9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു വീടാണ് കാണിക്കുന്നത്. അവിടെ തന്റെ ബെഡ്റൂമിലായിട്ട് ഒരാൾ കിടന്നുറങ്ങുകയായിരുന്നു. അയാളെ നോക്കിക്കൊണ്ട് ദേ ഒരു പ്രേതവും പുറത്തു നിൽക്കുന്നു. ആ പ്രേതം പതിയെ അയാളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. ശേഷം അയാളുടെ ദേഹത്തേക്ക് കയറിയിരുന്ന് അയാളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. പിന്നീട് അയാളുടെ നിലവിളി മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കൂ. അടുത്ത ഷോട്ടിൽ നമ്മുടെ ബോംപാലിനെ ഹ്യൂഞ്ചിയാണ് കാണിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നാണം കാരണം രണ്ടുപേർക്ക് മുഖത്തോട്ട് പോലും നോക്കാൻ വയ്യ. അത് കാരണം അവൻ അപ്പോൾ തന്നെ റൂമിൽ കയറി കഥ കടയ്ക്കുന്നു. പക്ഷെ അപ്പോൾ തന്നെ പോയതുപോലെ തിരിച്ചിറങ്ങി വരികയും ചെയ്യുന്നു. ആ മുറിക്കകത്ത് ഭയങ്കര ചൂട്. നീ വേണമെങ്കിൽ എന്റെ മുറിയിൽ കിടന്നു, എനിക്ക് ഈ ചൂടൊട്ടും ഇഷ്ടമല്ല, ഞാൻ ഈ സോഫയിൽ കിടന്നോളാം. അങ്ങനെ നമ്മുടെ ഹ്യൂഞ്ചിക്ക് ഇപ്പോൾ സ്വന്തമായിട്ടൊരു മുറി കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളും ഒടുക്കത്തെ ഹാപ്പി. അല്ലേലും ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ അങ്ങനെ വെളിയിൽ കിടത്താൻ പറ്റുമോ? അടുത്ത ഷൂട്ടില് ആ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. പ്രൊഫസറെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരുന്നു. കുഞ്ഞായിരുന്നപ്പോഴേ ഇയാളുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചായിരുന്നു. ഇപ്പൊ അമ്മയുമായിട്ട് താമസം. മിഡിൽ സ്കൂളിലായതിനു ശേഷം ഇയാൾ പിന്നെ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. ഇത്ര കിട്ടിയോളോ? ആൾക്കാരെന്താ ഇയാളെ പറ്റി പറയുന്നത്? ആൾക്കാർക്കെല്ലാം ഇയാളെ പറ്റി നല്ല അഭിപ്രായമാണ്. ഒരാള് പോലും മോശം പറഞ്ഞില്ല. ഇതെല്ലാം കേട്ട് ആളാകെ കൺഫ്യൂഷൻ ആയിരിക്കുവാണ്. ശരി, ആ പെണ്ണ് മരിച്ച സ്ഥലത്തുള്ള ടോൾ ഗേറ്റിന്റെ അടുത്തുള്ള CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യണം. ആ സമയത്ത് ഏതൊക്കെ വണ്ടികളാണ് അതുവഴി പോയതെന്ന് തന്നെ അറിയിക്കണം. അടുത്ത ഷോട്ടില് പ്രൊഫസർ ജൂ കൊന്ന ഹ്യൂൺ എന്ന പെൺകുട്ടിയുടെ മെമ്മോറിയൽ ചടങ്ങാണ് കാണിക്കുന്നത്. ഒന്നും അറിയാത്തതുപോലെ പാവത്താനെ പോലെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ? ഹ്യൂണിന്റെ കൂട്ടുകാരികളെല്ലാം അവിടെ ഇരിക്കുന്ന മറ്റൊരു ചെറുക്കനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ലീ എന്നാണ് ഇവന്റെ പേര്. ഇവന് മരിച്ചുപോയ ഹ്യൂണിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അവള് മരിച്ച സങ്കടത്തില് അവിടെ ഇരുന്ന് നല്ല രീതിയിൽ കുടിക്കുവാണ്. ഇവരീ സംസാരിക്കുന്നതെല്ലാം പ്രൊഫസർ ജൂവും കേൾക്കുന്നുണ്ടായിരുന്നു. ചടങ്ങെല്ലാം കഴിഞ്ഞ് ആ ചെറുക്കൻ തിരികെ വീട്ടിലേക്ക് പോകുന്നതെല്ലാം പ്രൊഫസർ ജൂ നല്ല കലിപ്പോടെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരം വെളുത്തു. ബോങ്പാല് ഹ്യൂഞ്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡ് എല്ലാം ഉണ്ടാക്കി വെക്കുകയാണ്. അത് കണ്ട് അവൾക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആ എഴുന്നേറ്റോ, നല്ല വിശപ്പ് കാണുമല്ലേ, ബാ നമുക്ക് കഴിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണ്. പക്ഷേ നമ്മുടെ ഹ്യൂഞ്ചിയെ നോക്കണേ, ആള് പക്കാ ഡീസന്റ് ആയി പോയി. പണ്ട് വലിച്ചു വാരി തിന്നോണ്ടിരുന്ന കൊച്ചാ ഇപ്പോ ദേ എന്ത് ഡീസന്റ് ആയിട്ടാ തിന്നുന്നേ നോക്കിയേ. എന്താ കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കുവാണല്ലോ. എന്താ ഫുഡ് കൊള്ളത്തില്ലേ? അടിപൊളിയായിട്ടുണ്ട്. പിന്നെന്താ ഇതുപോലെ കഴിക്കുന്നേ? ഞാൻ എപ്പോഴും ഇങ്ങനെയാണല്ലോ കഴിക്കുന്നേ. ആളങ്ങ് ഡീസന്റ് ആയി പോയി. അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഇപ്പോൾ കോളേജിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ അറിയാതൊക്കെ ഒന്ന് കൂട്ടിമുട്ടുന്നുണ്ട്. രണ്ടിന്റെയും നാണം കണ്ടില്ലേ? സിഗ്നൽ വീണതും രണ്ടുപേരും കൂടി ലവേഴ്സിനെ പോലെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് ഓടി പോവുകയാണ്. അങ്ങനെ അവര് നേരെ വരുന്നത് ലൈബ്രറിയിലേക്കാണ്. അവിടെ വന്ന് ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി ബോംപാൽ അവളുടെ അടുത്തേക്ക് വന്നതും ഹ്യൂഞ്ചിയുടെ നെഞ്ച് പടപെടാൻ ഇടിക്കാൻ തുടങ്ങി. കൃത്യം ആ സമയത്ത് തന്നെ ഒരാൾ അതുവഴി ക്രോസ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അതുകൂടി ആയപ്പോഴേക്കും രണ്ടെണ്ണത്തിന്റെയും അവസ്ഥ പറയണ്ടല്ലോ. ദേ നമ്മുടെ ഹ്യൂഞ്ചിയുടെ കവിള് നാണം കൊണ്ട് ചുവന്ന് തുടിത്തിരിക്കുന്നു. ഞാനൊരു സാധനം എടുക്കാൻ മറന്നുപോയി, പിന്നെ വരാം. അതും പറഞ്ഞ് അവൾ അപ്പഴേ അവിടെ എസ്കേപ്പ് ആകുന്നു. അവിടുന്ന് പോന്നിട്ടും അവളുടെ നെഞ്ചിടിപ്പ് ഇതുവരെ മാറിയില്ല. യാങ് വന്നിരുന്നെങ്കിൽ ഇതിനെപ്പറ്റി പറയായിരുന്നു. യാങ് എന്ന് പറയുന്നത് അവളുടെ കൂട്ടുകാരി പ്രേതമാണ്. പക്ഷേ പ്രൊഫസർ ജോ അവളെ ഇല്ലാതാക്കിയ കാര്യമുണ്ടോ നമ്മുടെ ഹ്യൂഞ്ചി അറിയുന്നു. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ചോയെയും കിമ്മിനെയുമാണ് കാണിക്കുന്നത്. കിമ്മാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഫുഡെല്ലാം ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, പിന്നെന്തിന്റെ 4 ഫുഡ്? ചോയ്ക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി. നീ ആ പ്രേതത്തിന് വേണ്ടി കുറെ ചെലവാക്കുന്നുണ്ടല്ലോ. ഇത് കൊള്ളാലോ, ഇതെന്റെ ഫേവറേറ്റ് ഫുഡാ, തൊട്ടുപോരുത്. ഇത് ഹ്യൂഞ്ചിക്കുള്ളതാ. നിനക്കെന്താടാ വട്ടാണോ? ഇന്നലെ ആ പ്രേതത്തിന് വേണ്ടി ഷൂ മേടിച്ചു, ഇന്നത്തെ ഫുഡ് മേടിക്കുന്നു. എങ്കിൽ പിന്നെ ആ പ്രേതമായിട്ട് പുറത്ത് കറങ്ങാൻ പോയിക്കൂടെ നിനക്ക്? അങ്ങനൊന്നും പറയാതെടാ, എനിക്ക് നാണാവുന്നു. ഡാ നീ ഒരു മനുഷ്യനാ, അതൊരു പ്രേതവും. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? അവൾ ഓൾറെഡി മരിച്ചതാന്ന്. പക്ഷെ ഇതൊന്നും കിമ്മിന്റെ ചെവിയിലോട്ട് വീഴുന്നതേയില്ല. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ബോംപാലും അങ്ങോട്ടേക്ക് വരുന്നു. ആ നീ വന്നോ? ഹലോ ഹ്യൂഞ്ചി. അവൾ വന്നിട്ടില്ല. പിന്നെ എവിടെ പോയി? വീട്ടിലേക്ക് പോയെന്ന് തോന്നുന്നു. പാവം. അത് കേട്ടത് കിമ്മിന് നല്ല സങ്കടാവുന്നു. പക്ഷേ ചോയ്ക്ക് സന്തോഷമാണ് കേട്ടോ. കിമ്മിനെ നോക്കിയുള്ള അവന്റെ ആ ചിരി കണ്ടില്ലേ? എന്ത് പറ്റി? നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ചാലേ, ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. എനിക്കല്ല കേട്ടോ, എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ. നല്ല ആളോട് ഉപദേശം ചോദിച്ചേ. ഇതൊക്കെ വളരെ ഈസി അല്ലേ? ഈ പെമ്പിളർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നതിന് മുന്നേ അവരെ വീഴ്ത്താൻ നോക്കണം. വേണമെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. ദേ ഇവന്റെ മോന്ത തന്നെ കണ്ടില്ലേ? ഏതെങ്കിലും പെമ്പിളേര് നോക്കുവോ? എങ്കിലും ഞാൻ ഈ പറയുന്ന 3 സ്റ്റെപ്പ് ചെയ്താൽ ഏത് പെമ്പിളേരും വീഴും. സ്റ്റെപ്പ് നമ്പർ 1, നമ്മൾ പെമ്പിളാരോട് സംസാരിക്കുമ്പോഴേ ദേ എപ്പോഴും ഇങ്ങനെ ഇരുന്നേ സംസാരിക്കാവൂ. നമ്മുടെ ഇവിടെയുള്ള മസിൽ കണ്ട് അവര് വീഴണം. ഇനി സ്റ്റെപ്പ് 2, ഐ കോണ്ടാക്ട്. നമ്മളെ നോക്കുന്ന ആ നോട്ടത്തിൽ തന്നെ അവള് പ്രണയ പരവശിയായി പോകണം. ദേ നോക്ക് ഇങ്ങനെ. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 3, നമ്മൾ എപ്പോഴും അവരോട് നല്ല നല്ല കോമഡികൾ പറയണം. വേണമെങ്കിൽ ഞാനൊരു ഡെമോ കാണിച്ചു തരാം. നമ്മൾ ആപ്പിൾ എന്നാണ് പറയുന്നത്, പക്ഷേ അത് ആപ്പിൾ അല്ല. എന്താണത്? പൈനാപ്പിൾ. അതും പറഞ്ഞ് രണ്ടും കൂടി പൊട്ടിച്ചിരിക്കുവാണ്. സെൻസ് ഓഫ് ഹ്യൂമർ ആണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അങ്ങനെ ചോയ് നമ്മുടെ ബോംപാലിന് കുറെ ട്രിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതെല്ലാം കൊണ്ട് ആളിപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ ഹ്യൂഞ്ചിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ വിട്ട് എവിടെയും പോലെ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ പോയത്? സോറി. അങ്ങനെ അവൻ നമ്മുടെ ചോയ് കൊടുത്ത ഓരോ അടവായിട്ട് പ്രയോഗിക്കാൻ തുടങ്ങി. അവൻ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കാണിക്കുന്ന കണ്ടില്ലേ? എന്ത് പറ്റി? എന്താന്നറിയത്തില്ല, കഴുത്തിന് വല്ലാത്ത വേദന. അങ്ങനെ ആ സ്റ്റെപ്പ് ചീറ്റിപ്പോയി. അടുത്തതായിട്ട് അവൻ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇറക്കി, ഐ കോണ്ടാക്ട്. ഇതൊരു മാതിരി നോക്കി പേടിപ്പിക്കുന്ന പോലുണ്ട്. നമ്മൾ കണ്ണും കണ്ട് നോക്കി കളിക്കാൻ പോവാണോ? അതും അവിടെ പാളി. അടുത്തതായിട്ട് ആള് 3ാമത്തെ സ്റ്റെപ്പായ കോമഡി ഇറക്കുവാണ്. ചോയ് പറഞ്ഞു കൊടുത്ത കോമഡികളെല്ലാം അവൻ അതുപോലെ തന്നെ ഹ്യൂഞ്ചിയോടും പറയുന്നു. ശരിക്കും
കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇറച്ചി കണ്ടതും അവൾ ഒടുക്കത്തെ ഹാപ്പി. ഒന്നും വർക്കായില്ലെങ്കിൽ എന്താ, ഇറച്ചി കറക്റ്റ് ആയിട്ട് വർക്കായിട്ടുണ്ട്. അങ്ങനെ രാത്രിയായി. ബോങ്പാൽ ഉറങ്ങാൻ കിടന്നതും ഹ്യൂൻജി അവന്റെ അടുത്തേക്ക് വരുന്നു. ഉറങ്ങിയോ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, നമുക്ക് നാളെ രാവിലെ പുറത്തു പോകണം. അപ്പോ നമ്മൾ നാളെ ഡേറ്റ് ചെയ്യാൻ പോവാണോ? അതെ. അത് കേട്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. അങ്ങനെ നേരം വെളുത്തതും ഡേറ്റിന് പോകാനായിട്ട് ബോംബാല നേരത്തെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഹ്യൂൻജി ആണെങ്കിൽ ഏത് ഡ്രസ് ഇട്ടുകൊണ്ട് പോകണമെന്നുള്ള കൺഫ്യൂഷനിലും. ആകെ 3 ഡ്രസ്സല്ലേ ഉള്ളവർക്ക്. അതൊക്കെ തന്നെ ഇങ്ങനെ മാറി മാറിയിട്ട് പരീക്ഷ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഇണങ്ങുന്നില്ല. അവസാനം പഴയ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് വരുന്നു. ഒരു വെറൈറ്റിക്ക് ഷൂ മാത്രം ഒന്ന് മാറിയിട്ടുണ്ട്. ഷൂ കണ്ടപ്പോഴേ അവന് കാര്യം മനസ്സിലായി. അങ്ങനെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി അവൻ അവളെയും കൊണ്ട് നേരെ ഒരു കടയിലേക്ക് വരുന്നു. ഹ്യൂൻജി ആണെങ്കിൽ ഒടുക്കത്തെ ഹാപ്പി. അങ്ങനെ പല പല ഡ്രസ്സുകളും ചെരുപ്പുകളും എല്ലാം ആള് മാറ്റി മാറ്റിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബോംബാലിന് മാത്രം ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് ഇവർക്ക് കരുതി നമ്മുടെ ബോംബാലിന് വട്ടാണെന്ന്. അവന് മാത്രമല്ലേ നമ്മുടെ ഹ്യൂൻജിയെ കാണാൻ പറ്റൂ. അങ്ങനെ ഒടുക്ക പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് ആള് സൂപ്പർ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് അവൻ അവളെയും കൂട്ടി സിനിമ കാണാനാണ് പോയത്. ഇരിക്കാൻ തെരഞ്ഞെടുക്കുന്നതാണെങ്കിൽ കപ്പിൾ സീറ്റും. അവരും കരുതി നമ്മുടെ ബോംബാലിന് വട്ടാണെന്ന്. സിനിമ തുടങ്ങിയതും രണ്ടുപേരും പരസ്പരം പോപ്കോൺ എല്ലാം വാരിക്കൊടുത്ത് എൻജോയ് ചെയ്താണ് മൂവി കാണുന്നത്. നമ്മള് രണ്ടുപേരും ഇപ്പോൾ ശരിക്കുമുള്ള കപ്പിൾസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവിടെ ഇരിക്കുന്ന ആൾക്കാർ മുഴുവനും നമ്മുടെ ബോംബാലിനെ തന്നെയാണ് നോക്കുന്നത്. അടുത്തതായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നേരെ ഒരു ഹോട്ടലിലേക്കാണ് വരുന്നത്. അവിടെ ചെന്നിട്ടും കപ്പിൾസിന് വേണ്ടിയുള്ള ഫുഡാണ് ഓർഡർ ചെയ്യുന്നത്. സാർ, അത് രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഫുഡാ. അത് സാരമില്ല. പിന്നെ ദേ ആ ഗ്ലാസ്സിലും കൂടെ വെള്ളം നിറച്ചേരെ. ആര് എന്ത് വിചാരിച്ചാലും അവൻ ഒരു പ്രശ്നമില്ല. ദേ പരസ്പരം വാരി കൊടുത്ത് തന്നെയാണ് രണ്ടുപേര് തിന്നുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് തിരികെ വരാൻ നേരമാണ് നല്ല മഴ പെയ്യാൻ തുടങ്ങിയത്. അത് കാരണം അവൻ പോയി ഒരു കുടയും മേടിച്ചുകൊണ്ട് തിരികെ വരുന്നു. ശേഷം രണ്ടുപേരും കൂടി ഒരു കുടയിലാണ് തിരികെ പോകുന്നത്. ദേ ആവശ്യത്തിന് നന്നായിട്ട് നനയുന്നുണ്ടല്ലോ, അത് സാരമില്ല, ബാ പോവാ. അങ്ങനെ രണ്ടുപേരും ഒരു കുടയിലായിട്ട് പോവുകയാണ്. അത് കാരണം വഴിയിൽ നിൽക്കുന്നവരെല്ലാം ഒരു മാതിരിയാണ് ബോംബാലിനെ നോക്കുന്നത്. അടുത്ത ഷോട്ടിൽ ആ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഇവർ സംശയിച്ചതുപോലെ തന്നെ ആ പെണ്ണ് മരിക്കുന്ന സമയത്ത് ട്രോൾ ഗേറ്റ് കടന്ന് പ്രൊഫസർ ജൂവിന്റെ കാറും പോയിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ടും എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കാരണമാണ് അവരൊന്നും ചെയ്യാതിരുന്നത്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ അയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. വരാൻ മടിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്തോണ്ട് വാ. അടുത്ത ഷോട്ടില് ആ പ്രൊഫസർ ജൂവിനെയാണ് കാണിക്കുന്നത്. അയാളുടെ ചിന്തയും ഈ പോലീസുകാരെ പറ്റി തന്നെയാണ്. ആ പോലീസുകാര് അയാളെ വിടാതെ പിന്തുടരുമല്ലേ. അത് കാരണം പിടിക്കപ്പെട്ടാലോ എന്ന് അയാൾക്കൊരു ടെൻഷനുണ്ട്. പിടിക്കപ്പെടാതിരിക്കാനായിട്ട് അയാൾ എന്താ വലിയ പ്ലാനും തയ്യാറാക്കുന്നുണ്ട്. അടുത്ത ഷൂട്ടില് നമ്മുടെ ഹ്യൂൻജിയാണ് കാണിക്കുന്നത്. ഉറക്കത്തില് അവൾ വീണ്ടും പഴയ സ്വപ്നങ്ങൾ തന്നെയാണ് കാണുന്നത്. അത് കണ്ട് അവൾ പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്തു. ശബ്ദം കേട്ടതും അവനും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? ബോങ്പാല ഇന്നു മുതൽ പ്രേതങ്ങളെ കാണാൻ തുടങ്ങിയത്? എനിക്ക് 5 വയസ്സുള്ളപ്പോൾ മുതൽ. അത്രയും കുഞ്ഞായിരുന്നപ്പോഴോ? ഇതെങ്ങനെയാ തുടങ്ങിയത്? എനിക്ക് ഉറപ്പില്ല. അമ്മാവൻ പറയുന്നത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ ദേഹത്ത് ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ടായിരുന്നെന്നാ. ഇപ്പോഴും അതിന്റെ ഒരു അംശം എന്റെ ദേഹത്തുണ്ടത്രേ. അതുകൊണ്ടാണ് ഞാൻ പ്രേതങ്ങളെ കാണുന്നെന്ന് അമ്മാവൻ പറയുന്നേ. എന്റെയും അവസ്ഥ അതായിരുന്നു. ഒരു ഓർമ്മകളും ഇല്ലാതെ പ്രേതമായിട്ട് എണീറ്റ ആ നിമിഷം ഞാൻ എന്തോരം പേടിച്ചെന്നറിയാവോ? ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഓർമ്മകൾ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല. നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി. നിന്നെ കാണാൻ കഴിഞ്ഞതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. അതേസമയം ഇവിടെ പ്രൊഫസർ ജൂവിനെ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുവാണ്. ഇത് നിങ്ങളുടെ വണ്ടിയല്ലേ? ആ, ഇതെന്റെ കാറാ. 11:28 നിങ്ങൾ ആദ്യമായിട്ട് ട്രോൾ ഗേറ്റ് കടന്നത്. പിന്നീട് ആ പെൺകുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തേക്കാണ് നിങ്ങൾ പോയത്. ശേഷം രാവിലെയാണ് തിരികെ നിങ്ങൾ സിയോളിലേക്ക് വന്നത്. ആ സമയത്ത് കൊലപാതകം നടന്ന ഏരിയയിൽ തന്നെയായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി പറ, നിങ്ങൾ എന്തിനാ അവിടെ പോയത്? ആ പാതിരാത്രിയിൽ നിങ്ങൾക്ക് അവിടെ എന്താ കാര്യം? ഞാനെന്തോ പ്രതിയാണെന്ന പോലെയാണല്ലോ നിങ്ങളെ സംസാരം. എന്നാ കേട്ടോ, ഞാൻ എന്റെ അമ്മയെ കാണാൻ പോയതാ. അതിന്റെ അടുത്തായിട്ടാണ് എന്റെ അമ്മ താമസിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് കേട്ട് അയാൾ ആകെ കൺഫ്യൂസ് ആകുന്നു. അപ്പോഴേക്കും മറ്റൊരു പോലീസുകാരൻ കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ഈ കേസിലെ മറ്റൊരാളെയും കൂടി മരിച്ച നിലയിൽ കണ്ടെത്തി. അത് വേറെ ആരുമല്ല, ഹിയോണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു ചെറുക്കനുണ്ടായിരുന്നല്ലോ. അവൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുവാണ്. മരിക്കുന്നതിന് മുന്നേ താനാണ് ഹിയോണിനെ കൊന്നതെന്ന് അവൻ സമ്മതിക്കുകയും ചെയ്തു. അടുത്ത ഷൂട്ടിലെ എന്താണ് ശരിക്കും നടന്നതെന്നാണ് കാണിക്കുന്നത്. അന്ന് മെമ്മോറിയൽ ചടങ്ങിന് ശേഷം അവൻ തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പ്രൊഫസർ ജൂവും അവന് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മുറിയിലേക്ക് കയറിയതും അപ്പോൾ തന്നെ അയാൾ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച ശേഷം ജനാല വഴി പുറത്തേക്ക് എടുത്ത് എറിയുന്നു. ശേഷം അവന്റെ തന്നെ ഫോൺ എടുത്ത് അവന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുകയാണ്. അമ്മ, എന്നോട് ക്ഷമിക്കണം. ഹിയോണിനെ കൊന്നത് ഞാനാണ്. ഞാനത് അറിയാതെ ചെയ്തു പോയതാ. മാത്രമല്ല ഹിയോണിന്റെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് അയാൾ അവിടെ വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ തെളിവുകളൊന്നും ഇല്ലല്ലോ. അത് കാരണം പ്രൊഫസറെ വെറുതെ വിടുകയാണ്. പക്ഷേ ഇയാൾക്ക് ഇപ്പോഴും പ്രൊഫസറെ വിശ്വാസം വന്നിട്ടില്ല. ഈ കേസിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഇപ്പോൾ തന്നെ എന്റെ മേശപ്പുറത്ത് കൊണ്ടുവെക്കണം. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഹ്യൂൻജി ബോംബാലിനെയാണ് കാണിക്കുന്നത്. പ്രൊഫസർ ജൂവിന്റെ ക്ലിനിക്കിന് മുന്നിൽ എത്തിയതും യൂൻജി നേരത്തെ കണ്ട ആ പട്ടിക്കുട്ടിയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ പ്രൊഫസർ ജൂ അങ്ങോട്ടേക്ക് വരുന്നു. നീ എന്താ ഇവിടെ? അയാളത് ഹ്യൂൻജിയെ നോക്കുന്നത് പോലെ ആ പട്ടിയെ നോക്കിയാണ് പറഞ്ഞത്. അകത്തേക്ക് വന്നാലും നമുക്കൊരു ചായ കുടിക്കായിരുന്നു. അത് കേൾക്കേണ്ട താമസം. അവൾ അപ്പോൾ തന്നെ ഓടി അകത്തേക്ക് പോകുന്നു. അകത്ത് ചെന്നതും ഹ്യൂൻജി ആ പട്ടിക്കുട്ടിയുമായിട്ട് കളിക്കാൻ തുടങ്ങി. അതും നോക്കിയിരിക്കുകയാണ് ബോംബാൽ. കണ്ടിട്ട് നീ നിന്റെ ഗേൾ ഫ്രണ്ടിനെ നോക്കുന്നത് പോലെ ഉണ്ടല്ലോ. പട്ടികളെ ഇഷ്ടമാണല്ലേ? ആ അതെ. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പട്ടി പെട്ടെന്ന് അകത്തേക്ക് കയറി ഓടുന്നത്. അത് കണ്ടതും അതിനെ പിടിക്കാൻ വേണ്ടി ഹ്യൂൻജിയും അകത്തേക്ക് കയറി ഓടുന്നു. അതോടെ ഇയാൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം അവിടെ ഹ്യൂൻജിയുടെ ID കാർഡ്സ് എല്ലാം ഇരിപ്പില്ലേ? അവളെങ്ങാണം അത് കണ്ടാലോ? പക്ഷെ അവളാണെങ്കിൽ അവിടെ ചെന്ന് ആ പട്ടി
പട്ടിക്കുട്ടിയും കളിപ്പിച്ചോണ്ടിരിക്കുവാണ്. അപ്പോൾ തന്നെ അയാളും അങ്ങോട്ടേക്ക് കയറി വരുന്നു. അവളെ നോക്കിക്കൊണ്ട് നല്ല ദേഷ്യത്തോടെ അയാൾ പതിയെ നടന്ന് ഹ്യൂഞ്ചിയുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ബോംബാലും വരുന്നു. എനിക്ക് പോണമായിരുന്നു അതും പറഞ്ഞ് പുറത്തേക്ക് വരാനായിട്ട് അവൻ ഹ്യൂഞ്ചിയെ കണ്ണു കാണിക്കുന്നു. അത് കേട്ട് ഒന്നും അറിയാത്തതുപോലെ അയാൾ ചെന്ന് ആ പട്ടിയെ എടുക്കുകയാണ്. അങ്ങനെ പോകാൻ നേരം ഇവര് രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മാവനെ കാണുന്നു. അല്ല, ഇയാളെയല്ലേ ഞാൻ ഇന്നലെ കണ്ടത്? കാര്യം അറിയാൻ വേണ്ടി അമ്മാവൻ ബോംബാലിനോട് തന്നെ അത് ചോദിക്കുന്നു. നേരത്തെ നീ ആരോട് സംസാരിച്ചത്? അതെന്റെ പ്രൊഫസറോ? അയാളും നമ്മുടെ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് താമസിക്കുന്നത്. അല്ലല്ലോ, എന്താ കാര്യം? ഒന്നുമില്ല. അമ്മാവനും ആകെ കൺഫ്യൂഷൻ ആകുന്നു. അങ്ങനെ അമ്മാവൻ ഇപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അത് കാരണം നമ്മുടെ ഹ്യൂഞ്ചി പുറത്ത്. ചില സമയത്ത് ആൾക്ക് പ്രേതങ്ങളുള്ളത് മനസ്സിലാകും. അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ തന്നെ നിന്നോ. ഈ സമയത്ത് അമ്മാവൻ ബോംബാലിന്റെ ഫോൺ നോക്കുവാണ്. സ്വന്തം അച്ഛന്റെ ഫോൺ നമ്പർ പോലും ഇല്ല. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവന്റെ അച്ഛന്റെ ഒരു മെസ്സേജ് കാണുന്നത്. അതില് മിഡിൽ സ്കൂൾ ഗ്രാജുവേഷൻ എന്നാണ് എഴുതിയിരുന്നത്. ബോംബാൽ, നിന്റെ മിഡിൽ സ്കൂൾ ഗ്രാജുവേഷൻ ഏത് മാസത്തിലായിരുന്നു? അത് ഏകദേശം ഫെബ്രുവരിയൊക്കെ ആയിരുന്നു. എന്താ കാര്യം? ഒന്നുമില്ല, നീ പൊയ്ക്കോ. ആ സമയത്താണ് അവനൊരു ഫോൺ കോൾ വരുന്നത്. അത് നമ്മുടെ കിമ്മിന്റെ ചോയുടെ കോളായിരുന്നു. ആൾക്ക് പുതിയൊരു വർക്ക് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് പുറത്തു പോണായിരുന്നു. പെട്ടെന്ന് തന്നെ വരാം. അങ്ങനെ അവൻ ഹ്യൂജിയുമായിട്ട് വർക്കിനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ബോങ്പാലിന്റെ അച്ഛനൊരു ശീലം ഉണ്ടായിരുന്നു. ബോങ്പാലിന്റെ എല്ലാ ഗ്രാജുവേഷൻസും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ശീലം. ഒരുപക്ഷെ അന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടാൽ എന്തെങ്കിലും കിട്ടിയാലോ? അതിനുവേണ്ടി അമ്മാവൻ അവിടെയുള്ള ടേപ്പുകളെല്ലാം തപ്പി ഒടുക്കം അത് കിട്ടുകയും ചെയ്തു. അപ്പോൾ തന്നെ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയും ചെയ്തു. ആ സമയത്താണ് ആൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫസർ ജൂവില്ലേ, ബോങ്പാലിന്റെ മിഡിൽ സ്കൂൾ ഗ്രാജുവേഷൻ നടക്കുന്ന സമയത്തും അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് അയാൾ ബോങ്പാലിനെ തന്നെ ഫോളോ ചെയ്ത് നടക്കുവാണ്. അമ്മാവനും അത് കണ്ട് ആകെ ഞെട്ടിത്തരിച്ചിരിക്കുവാണ്. അതേസമയം ഇവിടെ ഇവരെല്ലാവരും കൂടി പുതിയ വർക്കിനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഒരാണിന്റെ ദേഹത്ത് കയറി ബാധ ഒഴിപ്പിക്കാനാ. അതുകൊണ്ട് ഹ്യൂഞ്ചി ബോംബാലിന്റെ പിറകിൽ മാത്രം നിന്നാൽ മതി കേട്ടോ. കൂടുതൽ അങ്ങ് സന്തോഷിക്കണ്ട കേട്ടോ. എന്താ അസൂയാണോ? കിം പറയുന്നതെല്ലാം കേട്ട് നല്ല ദേഷ്യമെന്ന് ചോദിയാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി കാർ അങ്ങ് നിർത്തുന്നു. നേരെ ചൊവ്വ ഇരിക്കട അവിടെ. അങ്ങനെ അവരെല്ലാവരും ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തിയിരിക്കുവാണ്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ നമ്മളൊരു വീട് കണ്ടില്ലായിരുന്നു? അതേ വീട്ടിലേക്കാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത്. അയാൾ തന്നെയാണ് ഇപ്പോൾ പ്രേതവും പിടിച്ചിരിക്കുന്നത്. അത് കാരണം അവിടെ കിടന്ന് വാവിട്ട് നിലവിളിക്കുവാണ്. എന്റെ ചേട്ടന് കുറച്ചു നാൾ മുന്നേ നല്ല സുഖമില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഓക്കെ ആവുകയും ചെയ്തു. അത് കഴിഞ്ഞതും പെട്ടെന്ന് ഒരു ദിവസം ചേട്ടൻ ഓടി ബാത്റൂമിലേക്ക് കയറി. ശേഷം കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അന്ന് മുതൽ ചേട്ടൻ ഇങ്ങനെയാണ്. ദിവസം മുഴുവനും ആ കട്ടിലിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മ പറയുന്നത് ചേട്ടന്റെ ദേഹത്ത് എന്തോ പ്രേതം ഉണ്ടെന്നാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ആ മുറിയിലേക്ക് കയറുന്നു. വെട്ടം കിട്ടാൻ വേണ്ടി ആ പെണ്ണ് കർട്ടൻ മാറ്റിയിട്ടതും അപ്പോൾ തന്നെ ആ കർട്ടൻ വീണ്ടും പഴയതുപോലെ ആകുന്നു. അവര് നോക്കുമ്പോൾ ആ പ്രേതം അയാളുടെ ദേഹത്ത് കയറി ഇരിക്കുവാണ്. അത് കണ്ട് ബോംബാൽ അതിനെ ഇടിക്കാനായിട്ട് ചെന്നതും പെട്ടെന്ന് അത് അവിടുന്ന് മാഞ്ഞു പോകുന്നു. അന്നേരമാണ് ഇപ്പോൾ കണ്ട ഇതേ പ്രേതത്തിന്റെ ഫോട്ടോ തന്നെ അവിടെ ഇരിക്കുന്നത് ഹ്യൂഞ്ചി കാണുന്നത്. ശരിക്കും ഇത് അയാളുടെ കാമുകയായിരുന്നു. ഈ പെണ്ണാണ് അവന്റെ കൂടെയുള്ള പ്രേതമെന്ന് പറഞ്ഞതും ദേഷ്യം വന്ന അയാളുടെ അമ്മ ആ ഫോട്ടോ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നു. ചത്താലും ഇവളെന്റെ മോന് സ്വൈര്യം കൊടുക്കില്ലേ? ആരാ പെൺകുട്ടി? അവളെന്റെ ചേട്ടന്റെ കാമുകയായിരുന്നു. ഇപ്പൊ ആ പ്രേതം അവിടെ ഇല്ലല്ലോ. അത് കാരണം ഇവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 ദിവസമെങ്കിലും ഉണരാൻ. നിങ്ങൾ അപ്പോഴേക്കും തിരികെ വന്നാൽ മതി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അവര് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നീ കണ്ടില്ലേ? പ്രേതത്തിന്റെ പുറകെ നടന്നാലേ ഇതായിരിക്കും നിന്റെ അവസ്ഥ. നിന്റെ സകല എനർജിയോൾ ഊറ്റി കുടിക്കും. നിനക്കും അവനെ പോലെ ആവണമെന്നാണോ? പ്രേതത്തിന് മനുഷ്യനും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. പതുക്കെ പറയടാ. ഹ്യൂഞ്ചി കേൾക്കും. പക്ഷെ ഇതെല്ലാം കേട്ട് അവൾക്ക് നല്ല സങ്കടമാവുന്നു. അത് ബോങ്പാലിന് മനസ്സിലായി. അടുത്ത ഷൂട്ടിൽ നമ്മുടെ അമ്മാവനെയാണ് കാണിക്കുന്നത്. ആളിപ്പോൾ നിൽക്കുന്നത് പ്രൊഫസർ ജൂവിന്റെ ക്ലിനിക്കിന് മുന്നിലാണ്. അവിടെ നിന്ന് സംശയത്തോടെ അങ്ങേരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പുള്ളി. ഇത് അയാളും കാണുന്നു. അയാളും അതുപോലെ തന്നെ അമ്മാവനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അടുത്ത ഷൂട്ടിലെ ഹ്യൂഞ്ചിയും ബോംബാലിനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടി വീട്ടിലേക്ക് തിരികെ വരുവാണ്. നേരത്തെ ചോയ് പറഞ്ഞതെല്ലാം അവളുടെ മനസ്സിൽ നന്നായിട്ട് കൊണ്ടിരുന്നു. അത് കാരണം നേരത്തെ തന്ന കാര്യങ്ങളെല്ലാം അവൾ ഒന്നുകൂടി ഓർക്കുകയാണ്. ബോങ്പാലുമായിട്ട് അന്ന് ഡേറ്റിന് പോയില്ലേ? അന്ന് എല്ലാവരും ഒരു മാതിരിയായിരുന്നു അവനെ നോക്കിയത്. മൂവി കാണാൻ ചെന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരും, റെസ്റ്റോറന്റിൽ ചെന്ന സമയത്ത് അവിടെയുള്ളവരും, പിന്നെ അന്ന് മഴയത്ത് കുടയുമായി പോയില്ലേ? അപ്പോ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു മാതിരിയായിരുന്നു അവനെ നോക്കിയത്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹ്യൂഞ്ചി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ബോംബാലിന് മാത്രം അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ അതെല്ലാം ചിന്തിച്ച് നടക്കുന്ന സമയത്താണ് അവൾ ഒരു ഗ്ലാസിന്റെ അടുത്തേക്ക് വരുന്നത്. ഒരു പ്രേതമായതുകൊണ്ട് തന്നെ അവളെ അതിനകത്ത് കാണാൻ പറ്റില്ലല്ലോ. വാ പോകാം. ആൾക്കാർ ഒരിക്കലും നമ്മുടെ ഈ ബന്ധം അംഗീകരിക്കില്ല. അവർക്കിതൊന്നും ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരിക്കും. അതും പറഞ്ഞ് അവള് ബോംബാലിന്റെ കൈവിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ്. പക്ഷേ അവൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അവളെ പിടിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും അതെനിക്കൊരു പ്രശ്നമേ അല്ല. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് 9ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. 10ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണുവരെ നന്ദി.